Hey my angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash and welcome to Vlogmas 2023. പക്ഷേ Vlogmas ആണെങ്കിലും this is not a Vlogmas, this is our anniversary special video. ഇന്ന് December 15th 2023 ഞങ്ങളുടെ 9th വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. ഡിന്നർ ഇൻ ദ സെൻസ് ലൈക്ക് കറങ്ങാനും ആൻഡ് ഓൾസോ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. സോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇൻ റിയൽ ഒക്കെ എടുത്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായി. നമ്മൾ ഔട്ട്ഫിറ്റ് വാവയായിട്ട് ചെയ്യാണെന്നല്ലാണ്ട് ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഒത്തിരി നാളായ മാതിരി എനിക്ക് തോന്നി. സോ ഇങ്ങനെ വൈകുന്നേരം പുറത്ത് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്തായാലും എടുക്കണം എന്നായിരുന്നു. അപ്പോൾ ഐ ആം ഹിയർ. ഞാൻ ഡ്രസ്സ് മാറാൻ വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സിൻ്റെ ടോപ്പ് എവിടെയും കാണാനില്ല. Why this is happening to me all the time? ഞാൻ ഓർത്തു ആ ഡ്രസ്സ് ഇവിടെ ഉണ്ടെന്ന്. വീട് മുഴുവൻ തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഇവിടെ ഒന്ന് തപ്പിയപ്പോൾ ഇവിടെ കാണാനില്ല. സോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീട്ടിൽ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. പിന്നെ ലേറ്റർ ഓൺ ആയിരിക്കും ഞാൻ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ എന്ത് ഡ്രസ്സാണ് ഇടാൻ വേണ്ടി പോകണം കേട്ടോ. ആദ്യം ഞാൻ മേക്കപ്പ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു ബാക്കപ്പ് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്കവാറും ചിലപ്പോൾ ഇതങ്ങോട്ട് ഇട്ടിട്ട് പോകുമായിരിക്കും, എനിക്കറിയില്ല. ഈ ഡ്രസ്സ് ഇതല്ല ആക്ച്വലി എനിക്ക് ഇന്ന് ഇടേണ്ടത്. പക്ഷെ മിക്കവാറും ഞാൻ ഇത് തന്നെ ആയിരിക്കും ഇടുന്നത്. ഇതങ്ങ് ഇടാല്ലേ, ഇനിയിപ്പോൾ മറ്റേ ഡ്രസ്സ് തപ്പി വരുന്ന സമയങ്ങളുണ്ടാവും. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഇത് ഞാൻ എന്താ പറയാ, ഇത് ഞാൻ മിന്ത്രയിൽ വാങ്ങിച്ച ഒരു ഡ്രസ്സാണ്. വെരി പ്രിറ്റി ഡ്രസ്സാണത്. ഇതല്ല ഇങ്ങനത്തെ പ്ലീറ്റഡ് വന്നേക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ഡ്രസ്സാണ്. എന്നാൽ പേര് പണിയാം. ഈ ഡ്രസ്സിൽ നമുക്ക് അങ്ങോട്ട് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് വേഗം ഡ്രസ് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങാൻ പറ്റും. ഞാൻ മേക്കപ്പ് അത് കൂടിയൊക്കെ മാച്ച് ആയില്ലെങ്കിലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ അക്വലോജിക്കേൻ്റെ റേഡിയൻസ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഈ റേഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി എത്ര നേരം ഞാനിത് വർത്താനം പറയുമെന്ന് അറിയില്ല. ബിക്കോസ് എന്താ നമ്മൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 5 മണിക്കൂറൊന്നും ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി 4:30 ആയിട്ടാ. ഓക്കെ, അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് മാക്കിൻ്റെ ഹൈപ്പർ റിയൽ സെറുമനൈസറാണ്. ഇത് എന്നിട്ട് നമ്മുടെ ഫേസ് നല്ല പ്ലംപി ആയിട്ടൊക്കെ വെക്കാനും പ്രൈമറായിട്ടും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് റീസെൻ്റ്ലി PR വന്നതാണ് ഈ സെറുമനൈസർ ആൻഡ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ പിന്നെ പറഞ്ഞിട്ട് നമുക്ക് എന്താ വെഡ്ഡിങ് ആനിവേഴ്സറിനെ പറ്റി സംസാരിക്കാം അല്ലേ. ബിക്കോസ് എപ്പോഴും നമ്മൾ പ്രോഡക്ട്സിനെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത്. സോ ദിസ് ഈസ് അവർ 9th വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് റോളർ കോസ്റ്റർ റൈഡ് എന്ന് തന്നെ പറഞ്ഞേ പറ്റുള്ളൂ. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജേർണി ഒന്നും അല്ലായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിച്ച് വരുമ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും, ഞാൻ വർക്കിംഗ് അല്ലായിരുന്നു, കിരൺ മാത്രമായിരുന്നു വർക്കിംഗ്. അതും എന്താണ് ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഒരു സാലറി ആയിരുന്നു. നമുക്ക് കാറൊന്നും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി നമ്മൾ ഒരുമിച്ചാണ് ഗ്രോ ചെയ്തെന്നുള്ളത് പറയുന്നതായിരിക്കും കേട്ടോ എപ്പോഴും സത്യം. നമ്മളിങ്ങനെ വെൽ പ്രിപ്പയർഡായി വെൽ സെറ്റിൽഡ് ആയിട്ടൊന്നും അല്ല നമ്മൾ കല്യാണം കഴിച്ചത്. നമ്മൾ കല്യാണം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പല കാര്യങ്ങളും ഫിഗർ ഔട്ട് ചെയ്തിട്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ നമ്മുടെ ഗോൾസൊക്കെ നമ്മൾ അങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പം അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ കല്യാണം കഴിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ചെന്നൈയിലോട്ടാണ് ഫസ്റ്റ് പോയത്. ചെന്നൈയിൽ പോയിട്ട് അവിടെ നമുക്കൊരു ചെറിയൊരു വീടുണ്ടായിരുന്നു. നമ്മൾ സ്വന്തം വീടല്ല കേട്ടോ, റെൻ്റൽ വീടായിരുന്നു. അവിടെ അവിടെയാണ് നമ്മൾ കല്യാണം കഴിച്ച് ആദ്യം ഞാൻ ചെന്നത്. അതുകൊണ്ട് എനിക്ക് ചെന്നൈയിൽ പറ്റി കുറേ ഓർമ്മകളുണ്ടെന്നുള്ളതാണ് അതിനേക്കാളും വലിയ സത്യം. നല്ല ഇതാണ്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടും പോയി താമസിക്കാൻ ഇഷ്ടമുള്ള പ്ലേസ് അല്ല ചെന്നൈ. ബിക്കോസ് എനിക്ക് അവിടെ വെച്ചിട്ടാണ് അലോപേഷ്യ വന്നത്. ബട്ട് കല്യാണം കഴിഞ്ഞതും കൺസീവ് ആയതും ഒക്കെ അവിടെ ആയതുകൊണ്ട് എനിക്ക് കുറേ മെമ്മറീസ് ഉണ്ട് കേട്ടോ അവിടെ പോയിട്ട്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ വളരെ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി മാതിരിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് നമ്മുടെ പേരൻസ് ഒക്കെ അവർ സെറ്റിൽഡായി, അവരൊക്കെ മീൻസ് അവർ ഒബിയസ്ലി സെറ്റിൽഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ വി ആർ സ്റ്റാർട്ടിങ് എ ഫാമിലി. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഭയങ്കര സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും അറിയാൻ പാടില്ലായിരുന്നു പല കാര്യങ്ങളും. നമ്മൾ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഗ്രോസറി ഷോപ്പിംഗ് ഉൾപ്പെടെ ഞങ്ങൾ രണ്ടുപേരും കൂടി പഠിച്ചെന്നുള്ളതാണ് സത്യം. നമുക്കങ്ങനെ ഒരു മാസത്തേക്ക് എന്തോരം സാധനം വാങ്ങിക്കണം അങ്ങനത്തെ പറ്റിയൊന്നും ഒരു വിവരം ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ പറയണമെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും തോന്നണ്ട. അപ്പോൾ അതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെന്നൈയിലേക്കാണ് പോയത്. പിന്നെന്താ, അവിടെ ഒന്നും എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചെന്നൈ വാസ് കംപ്ലീറ്റ്ലി ന്യൂ ഫോർ മീ. ഒരു പരിചയമുള്ള ആളുണ്ടായിരുന്നില്ല. ആകെ കിരണ്ട 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അല്ലാണ്ട് എനിക്ക് അങ്ങനെ പേഴ്സണലി ആരെയും പരിചയമുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.
ഭയങ്കര രസമായിരുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. ഞാൻ പല പ്രാവശ്യം കിരണിൻ്റെ അടുത്ത് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്, എനിക്ക് തിരിച്ച് നാട്ടിൽ പോകണം, എനിക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അഡ്ജസ്റ്റ് ചെയ്യാൻ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിരൺ കാരണമാണ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് കിരൺ ഭയങ്കര ഇൻട്രോവേർട്ട് ആണ് ഓൾറെഡി. അതിൻ്റെ കൂടെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കിരൺ ഒരു ഹസ്ബൻഡായിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. വെച്ചാൽ പുള്ളി ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു മനുഷ്യനായി. അത് ഞാൻ ഒരിക്കലും അതൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ കുറച്ച് ഫാൻറ്റസി വേൾഡിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണായിരുന്നു. റൊമാൻറ്റിക്കും റൊമാൻസും എനിക്ക് കുറേ ഡ്രീമുകളും അങ്ങനെ മനസ്സിലായോ, ഈ ഹസ്ബൻഡ് വൈഫ് ഫാൻറ്റസീസ് അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല റിയാലിറ്റി എന്നുള്ളത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മക്കളെ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കപ്പോൾ കിരണിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഫസ്റ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഞാൻ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കാമുകനെയാണ് കണ്ടിരുന്നത്. പക്ഷേ വളരെ ഭയങ്കര ഓവർ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ഭർത്താവായിട്ട് കിരൺ കല്യാണം കഴിക്കണതിൻ്റെ അന്ന് തൊട്ട് മാറിയത് കൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ, ആദ്യത്തെ കുറച്ച് നാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ലവ് ലൈഫിൻ്റെ അത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ടോക്സിക് റിലേഷൻഷിപ്പിനെയൊക്കെ പറ്റി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ടായിരുന്നു എനിക്ക് എപ്പോഴും അന്നും ഇന്നും എന്നും എനിക്കുള്ളൊരു പ്രശ്നമാണ് ട്രസ്റ്റ് ഇഷ്യൂ. എനിക്ക് ഒരാളെ കണ്ണടച്ചല്ല, എനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാളെ. അപ്പോൾ അത് എനിക്ക് കിരണിൻ്റെ സൈഡിലും ഉണ്ടായിരുന്നു. കിരൺ ഏതെങ്കിലും പോയിന്റിൽ ഇട്ടിട്ട് പോവുക അങ്ങനെ എപ്പോഴും എനിക്ക് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. പക്ഷെ മനുഷ്യൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ, പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന റിലേഷൻഷിപ്പാണ് നമ്മുടെ. പക്ഷെ എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ ഹണിമൂണൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വാഷ്റൂമിലൊക്കെ പോവില്ലേ ഒറ്റയ്ക്ക്, അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, തിരിച്ചു വരുമോ അതോ എന്നെ ഈ ഗോവയിലിട്ടിട്ട് പോകുമോ, അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ പാസ്റ്റ് നമ്മൾ എഫക്റ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് അങ്ങനെ തോന്നണം കേട്ടോ. എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഇമോഷണലി ഞാൻ 100% റിലേഷൻഷിപ്പിൽ നിന്ന് കല്യാണത്തിലേക്കും വന്നിട്ടുണ്ടായിരുന്നില്ല. കല്യാണം അതായത് ഞാൻ സ്റ്റിൽ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കാമുകയായിരുന്നു. ഐ വാസ് ലൈക്ക് നമ്മളിങ്ങനെ നമ്മളീ പണ്ട് നമ്മൾ കണ്ട സിനിമകളുടെയൊക്കെ ഒരു പ്രശ്നമായിരിക്കും, അതായിരിക്കും. അല്ലെങ്കിൽ കിരൺ ഒട്ടും റൊമാൻറ്റിക് ആവാത്തത് കൊണ്ടായിരിക്കും. എല്ലാം കൂടി എനിക്ക് ആദ്യത്തെ കുറച്ച് നാളുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ട്രസ്റ്റ് ഇഷ്യൂസും ഉണ്ടായിരുന്നു. എന്നാൽ അത് പിന്നെ കൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ലാത്തൊരു പാവം പിടിച്ച മനുഷ്യനാണ് ടു ബി ഓണസ്റ്റ് പറയുകയാണെങ്കിൽ. പക്ഷെ എനിക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂ ആയിരുന്നു, നമ്മളുടെ പാസ്റ്റ് എഫക്റ്റഡ് ആയതുകൊണ്ടായിരിക്കും തോന്നുന്നത്. പക്ഷേ നമ്മൾ കുറേ നമ്മളിങ്ങനെ ആർഗ്യുമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പല കാര്യം അങ്ങനെയാണ് ഫിഗർ ഔട്ട് ചെയ്തത് കേട്ടോ. പിന്നെ എന്തുട്ടാണ് ഇൻവെറ്റീവ് ഉണ്ണിക്കുട്ടിനെ പ്രഗ്നൻ്റ് ആയിരുന്നു. പെട്ടെന്നാണ് ഞാൻ കൺസീവ് ആയത്. ഞാൻ അന്നും ഇന്നും എപ്പോഴും നമ്മൾ ഈ ക്വസ്റ്റ്യൻ Q&A ഒക്കെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചിറ്റ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇഫ് യു ആർ ലൈക്ക് ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാം. അതായത് ഞാൻ ആ ഒരു പോയിന്റിൽ എനിക്ക് ഫാമിലി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഒറ്റ ബോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈവൺ ദോ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ കല്യാണം കഴിയുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഞാൻ കൂടുതലും ഫാമിലി ഓറിയൻറ്റഡ്, നിങ്ങൾക്കറിയില്ല ഞാൻ ഭയങ്കര ഫാമിലിയായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ നമ്മൾ കൂടുതൽ ഫാമിലി അറ്റാച്ച്മെന്റും ഒരു പോയിന്റ് വരെ ശരിയല്ലെന്നുള്ള റിയലൈസേഷൻ എനിക്ക് ഉണ്ടായത് പിന്നെയാണ്. അതായത് നമുക്ക് നമ്മുടെ സെയിം പ്രായത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റേഴ്സ് വേണം. അതൊക്കെ നമ്മളെല്ലാം പോയിട്ട് നമ്മളുടെ പേരൻസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ഞാൻ പിന്നെയാണ് റിയലൈസ് ചെയ്തത്. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് പറഞ്ഞു തന്നു, യു ജമ്പ് ലൈക്ക് ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഡോണ്ട് ജമ്പ്. അതായത് പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവരുത്, അറ്റ്ലീസ്റ്റ് ഒരു 6 months എങ്കിലും ടൈം എടുക്കണം, എന്നാലാണ് നല്ലത്. നിങ്ങൾ അറിയണ്ടേ. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് പറയണത് 4 വർഷം പരിചയം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഇനി ഫാമിലിയാണ് ഏറ്റവും വലുത്, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ചിന്തിക്കരുത്. അപ്പം എനിക്ക് അന്നും ഒരുപക്ഷെ ഇപ്പോഴും മേ ബി ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ അത് മാത്രമാണ് കേട്ടത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ പറഞ്ഞൊക്കെ ഞാൻ വിലപ്പോയി മൈൻഡ് പോലും ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഐ റിയലൈസ് വാട്ട് മൈ ഫ്രണ്ട്സ് ടോൾഡ് വാസ് റൈറ്റ്. അതായത് അച്ഛനും അമ്മയ്ക്കും ഏത് മക്കളെ കെട്ടിച്ചിട്ടാലും കുഞ്ഞിക്കാലിൽ കാണണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അത് അവരുടെ ഇപ്പം ഞാൻ ചിലപ്പോൾ പ്രായമാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, എനിക്കറിയില്ല. അങ്ങനെ ആവാൻ ചാൻസ് ഒന്നുമില്ല. ഞാൻ അങ്ങനെ കല്യാണം കഴിക്കാൻ ആരും പ്രോത്സാഹിപ്പിക്കാറൊന്നുമില്ല കേട്ടോ. അതൊക്കെ അവരുടെ ഓരോ ആൾക്കാരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ പിന്നെ അതായത് എനിക്കും കിരണം ഇല്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്തിട്ടില്ലാത്ത സംഭവം എന്ന് വെച്ചാൽ പേഴ്സണൽ സ്പേസ് എൻജോയ് ചെയ്തിട്ടില്ല ഞങ്ങൾ. നമുക്ക് അന്ന് മുതൽ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് വി ഹാവ് കിഡ്സ് വിത്ത് അസ്.
ഉണ്ണിക്കുട്ടി ഉണ്ടായിട്ടുണ്ട്. പ്രഗ്നൻസിക്ക് നമ്മൾ പെട്ടെന്ന് നാട്ടിൽ പോയി, അപ്പം ഡെലിവറിക്ക് നാട്ടിൽ പോയി. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടായിട്ടില്ല. നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എത്രയൊക്കെ നമ്മൾ കല്യാണം കഴിച്ച് പ്രേമിച്ചിട്ട് ഒരു 10 കൊല്ലം നമ്മൾ പ്രേമിച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാലും എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് നമ്മൾ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ലൈക്ക് അറ്റ്ലീസ്റ്റ് എൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു കിരൺ. അപ്പോൾ നമ്മൾ ആ ഒരു പുതിയ മനുഷ്യനെയും കൂടി നമ്മൾ മനസ്സിലാക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വി വേ ലൈക്ക് 200% അല്ലെങ്കിൽ 500% ഹാപ്പി ആയിരുന്നു വാവ ഉണ്ടായതിന്. ബിക്കോസ് ഇപ്പോൾ കുറേ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ഫെർട്ടിലിറ്റി ഇഷ്യൂസും ട്രീറ്റ്മെൻറ്റും ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് പടപടയെന്നാണ് കുട്ടി ഉണ്ടായത്, ടച്ച് വുഡ് ബൈ ഗോഡ്സ് ഗ്രേസ്. പക്ഷേ ഞങ്ങൾക്ക് ഇടയിലുള്ള ആ ഒരു പേഴ്സണൽ സ്പേസ് നമുക്ക് ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്ന് കൂടെ ഞങ്ങൾ 9ാമത്തെ വെഡിങ് ആനിവേഴ്സറി പിള്ളേരെയൊക്കെ വലിച്ചു കെട്ടിക്കൊണ്ടാണ് പോകുന്നത്, മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നമ്മൾ ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ചില റിലേഷൻഷിപ്പ് അഡ്വൈസസ്, പാരന്റൽ അഡ്വൈസസ് ഒക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് ഓൾവേസ് ട്രൈ ടു ഗെറ്റ് ഫ്രം ഒന്നെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്. പേരൻസ് അവരൊത്തിരി ജനറേഷൻ പിന്നിലാണ് നമ്മളെക്കാളും. സോറി, വേറെയാണ് ജനറേഷൻ പിന്നിലല്ലോ, മുന്നിലാണ് അവർ, ഫ്രണ്ടിലോട്ട് അവർ പ്രായമുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അവരുടെ ജനറേഷൻ വളരെ ഡിഫറെൻ്റ് ആണ്. അതും നമ്മളുടെ ഇപ്പോഴത്തെ ജീവിക്കുന്ന കാലഘട്ടവും കൂടി മാച്ചായി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ടൂ മച്ച് ഇൻറ്റു ലൈക്ക് ഫാമിലി മീൻസ് ഓൾസോ ടൂ മച്ച് ഇൻറ്റു ഫാമിലി, അല്ലെങ്കിൽ ഇൻറ്റു ഫാമിലി അല്ല, ടൂ മച്ച് ഇൻറ്റു ഫാമിലി ഈസ് ഓൾസോ അത്രയ്ക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയും കാര്യങ്ങൾ വേണം, പേരൻസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാനും കാര്യങ്ങൾ വേണം. ഇറ്റ് ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ ദി ഫ്രണ്ട്സ് ആൻഡ് ദ ഫാമിലി. അന്ന് പയ്യെ ഫാമിലി സ്റ്റാർട്ട് ചെയ്താൽ മതിയെന്നും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അഡ്വൈസസ് തന്ന ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഈ ഒരു നിമിഷത്തിൽ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബിക്കോസ് ഞാൻ അന്നും ഇന്നും എപ്പോഴും പറയാറുള്ളതെന്ന് വെച്ചാൽ, അയ്യോ എനിക്കും കിരണും സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ടൈം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ആകെ എന്തോ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഞങ്ങൾ മാത്രമായിട്ട് ട്രാവൽ ചെയ്തിട്ടുള്ളൂ, നമ്മൾ എങ്ങും പോയിട്ടില്ല. എനിക്കൊന്ന് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയേനെ നമ്മൾ കൂടുതൽ ട്രാവൽ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരുമിച്ച് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ. ഇതിപ്പോൾ ഞങ്ങൾ അങ്ങനെ ബെയർലി കുറച്ച് നാളുകളല്ലേ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, വളരെ കുറച്ച് നാളെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. സോ അതൊക്കെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായിട്ടുണ്ട്. വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ മാതിരി പുതിയൊരാളുടെ അടുത്ത് ബിഹേവ് ചെയ്യണ പോലെ ബിഹേവ് ചെയ്യുമ്പോൾ നമുക്കൊന്നും അറിയില്ല. അവരൊന്നും നമ്മളുടെ അടുത്ത് നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, ചിലപ്പോൾ നമ്മളും അവരുടെ അടുത്തുനിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ബിക്കോസ് നമുക്കെല്ലാം അറിയാമല്ലോ എന്നുള്ള വിചാരത്തിലാണല്ലോ നമ്മൾ എന്തൊക്കെയാണെങ്കിലും ഈ വക പരിപാടിക്ക് വന്നത്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് ഈ പല പോയിന്റിൽ തോന്നുന്നുണ്ട്. ഈ പോയിന്റിലല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഡോണ്ട് ജംപ് ടു എ കൺക്ലൂഷൻ ദാറ്റ് ഐ എം നോട്ട് ഹാപ്പി ഇൻ മൈ റിലേഷൻഷിപ്പ്. അങ്ങനെയല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളത് പല പ്രാവശ്യങ്ങളും പല ആർഗ്യുമെന്റ് അല്ല, നമ്മൾ ലൈക്ക് ചെറിയ കുട്ടി ആർഗ്യുമെന്റ്സ് ഉണ്ടാക്കി നമ്മൾ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ച കുറേ കാര്യങ്ങൾ ലൈക്ക് ആദ്യമേ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഇത് ഇത്രയും പറഞ്ഞു കേട്ടിട്ട് ആ ചേച്ചീൻ്റെ ലൈഫ് കഷ്ടമാം, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് കിരണിനെ ഇങ്ങനെ കൊണ്ടു കിടക്കുകയാണ്, അങ്ങനത്തെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ അങ്ങനെയല്ല എന്നും കൂടി എനിക്ക് പറയണം. ബിക്കോസ് ദൈവം സഹിച്ചു, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ടച്ച് വുഡ് വലിയ കുഴപ്പമില്ലാണ്ടാണ് പോകുന്നത്. പിന്നെ കിരൺ ഇസ് നോട്ട് മൈ വൈബ് ടു ബി ഓണസ്റ്റ്. എൻ്റെ 100% എൻ്റെ വൈബ് ഒന്നുമല്ല. പക്ഷെ നമുക്ക് 100% വൈബായിട്ട് കിട്ടുന്ന പാർട്ട്ണറിനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് വേറെ കഥ. ബിക്കോസ് കിരൺ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. ഐ ആം വെരി എക്സ്പ്രസീവ് ഇൻ ലവ്. കിരൺ ഒട്ടും ബെയർലി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ബെയർലി അല്ല, എക്സ്പ്രസ് ചെയ്യാറേ ഇല്ലെന്നുള്ളത് വേണമെങ്കിൽ പറയാം. നിങ്ങൾ തന്നെ പറയില്ലേ, ചേട്ടൻ എന്താണ് ഹായ് പറയാത്തത്, ചേട്ടൻ ഇഷ്ടമല്ലെങ്കിൽ എന്തിനാണ് എന്താ പറയാ ഹായ് പറയുന്നത് വ്ളോഗിൽ കൊണ്ടുവരുന്നത്. അതാണ് കിരൺ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നും കേട്ടോ. ബിക്കോസ് ഞാനിതിപ്പോൾ ഒരു 10-14 കൊല്ലമെങ്കിലും ആയിട്ടുണ്ടാവും ഇത് കാണാൻ തുടങ്ങിയിട്ട്. ബിക്കോസ് ഞങ്ങൾ 4 വർഷം ഡേറ്റ് ചെയ്തു, പിന്നെ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് 9 കൊല്ലമായി, അപ്പോൾ 13 കൊല്ലമായില്ലേ ഇപ്പം എന്തൊക്കെയാണെങ്കിലും. അപ്പോൾ എനിക്കതൊന്നും വലിയ പ്രശ്നമില്ല. ഞാനത് ഡീൽ ചെയ്യാൻ വേണ്ടി പഠിച്ച കാര്യങ്ങളാണ്. അങ്ങനത്തെ ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നത് എന്താ ഇങ്ങനെയെന്ന് തോന്നാറുണ്ട്. അതാണ് നിങ്ങളും പലരും എൻ്റെ അടുത്ത് ചോദിക്കണേന്ന് എനിക്ക് മനസ്സിലാകാറുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ആൾ ഭയങ്കര പാവം. ഞാൻ കിരൺ
എന്തൊക്കെ പറഞ്ഞാലും കിരൺ ഇസ് എ മാൻ ഫുൾ ഓഫ് ഗ്രീൻ ഫ്ലാഗ്സ് ആണ്. കിരണിന്റെ സൈഡിൽ നിന്ന് ഒരുവിധ റെഡ് ഫ്ലാഗ്സും ടച്ച് വിട്ട് ഈശ്വരക്ക് പേടിയാന്നൊക്കെ പറയാം ഇതുവരേക്കും ഉണ്ടായിട്ടില്ല കേട്ടോ. വെച്ചാൽ എനിക്ക് കിരൺ തന്നേക്കുന്ന സപ്പോർട്ട് നമ്മളുടെ ചാനലിന്റെ കാര്യത്തിൽ ദാറ്റ് ഈസ് ഇൻക്രെഡിബിൾ, ആൻഡ് ഫാമിലീൻ്റെ കാര്യത്തിൽ ഇൻക്രെഡിബിൾ. എന്ത് കാര്യത്തിലാണെങ്കിലും കിരണിൻ്റെ നിന്ന് ഭയങ്കര സപ്പോർട്ടുണ്ട്. പക്ഷേ കിരൺ ഇങ്ങനെ ഇപ്പം ഞാനാണെങ്കിൽ സപ്പോർട്ടിൻ്റെ കൂടെ കുറേ ഒച്ചയൊക്കെ ഉണ്ടാക്കി സന്തോഷിച്ച് ഐ വിൽ എക്സ്പ്രസ് മൈ ലവ്. പക്ഷെ കിരൺ അങ്ങനെയൊന്നുമല്ല. കിരൺ ഭയങ്കര മ്യൂട്ടഡ് ആയിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ അതാണ് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചിലർക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഈ മനുഷ്യൻ്റെ കൂടെയാണോ നീ ജീവിക്കുന്നത് എന്നൊന്നും തോന്നിയേക്കരുത്. ഈസ് എ വെരി നൈസ് ഗൈ. ഞാൻ പറഞ്ഞ മാതിരി ഒരുവിധ റെഡ് ഫ്ലാഗുകളും ആസ് ഓഫ് നൗ ടിൽ ഡേറ്റ് കിരണിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഉണ്ടാവരുതേ എന്നാണ് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ശാന്തശീലയും ഒച്ചയും ഉണ്ടാക്കാത്ത ഒരാളാണ്. ബിക്കോസ് കിരൺ എൻ്റെ അടുത്ത് ഒച്ച ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ബട്ട് ഐ ആം ബേസിക്കലി ലൈക്ക് ദാറ്റ്. ഞാൻ ആർഗ്യുമെൻറ്റിന് പോകാറില്ല, ഞാൻ വഴക്കുണ്ടാക്കാൻ പോകാറില്ല. ആൻഡ് ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് കുറേ ദിവസം മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. സോ ഞാൻ ഇതൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യും. ആൻഡ് ഞാനൊന്നും മനസ്സിലേക്ക് എടുക്കാറില്ല. ഐ ജസ്റ്റ് ഫോർഗെറ്റ്. അതെന്താ പ്രശ്നം വെച്ചാൽ പേർപ്പസ്ഫുള്ളി ഫോർഗെറ്റ് ചെയ്യണമല്ല, എനിക്ക് മറവി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ വഴക്കിൻ്റെയും ആർഗ്യുമെൻറ്റിൻ്റെയും കാര്യമൊക്കെ ഞാൻ മറന്നു പോയിട്ട് ഐ വിൽ ജസ്റ്റ് ഫോർഗെറ്റ് എവറിത്തിങ്. അത് ഒരു റിലേഷൻഷിപ്പിന് വളരെ നല്ലതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ചില ആൾക്കാരില്ലേ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ പണ്ടത്തെ കാര്യം കൊണ്ട് വീണ്ടും വരും. അപ്പം അതൊക്കെ കൊള്ളൂല കേട്ടോ. ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ അതും കൊണ്ട് വരാറില്ല. വൺസ് സോർട്ടഡ് ഇസ് സോർട്ടഡ് ഫോർ മീ. ഞാൻ പിന്നെ ആ കാര്യമായിട്ട് വരാറില്ല. എന്നിട്ടാണ് അത് എന്ത് ഇഷ്യൂ ആണെങ്കിലും അതെ, ഇപ്പം എന്ത് കുഞ്ഞ് ഇഷ്യൂയോ വലിയ ഇഷ്യൂയോ അല്ലെങ്കിൽ ഇപ്പോൾ കിരണിൻ്റെ സൈഡിൽ മിസ്റ്റേക്കോ എൻ്റെ സൈഡിൽ മിസ്റ്റേക്കോ എന്തോ ആയിക്കോട്ടെ, ഒരിക്കലും അത് സോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി കമാന്നൊരു അക്ഷരം പോലും പറയാറില്ല. ഈവൻ കിരണും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ നീ അന്ന് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, അങ്ങനെ ഒന്നും എൻ്റെ അടുത്ത് ഇന്നത്തെ തീയതി വരെ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ്. വൺ സോർട്ടഡ് ഇറ്റ്സ് ലൈക്ക് സോർട്ടഡ് ഫോർ എവർ. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ബോദർ ചെയ്യാറോ സംസാരിക്കാറോ ഡിസ്കസ് ചെയ്യാറോ ഇല്ല. എനിക്കൂടെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റിലേഷൻഷിപ്പിൽ. നമ്മൾ വിടുക അല്ല, നമ്മളെപ്പോഴും ആ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്നും അതിനെ സമയം ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ സോർട്ട് ചെയ്ത പ്രശ്നങ്ങളാണെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ലൈക്ക് ഐ ആം ഹാപ്പി ദാറ്റ് വി ഹാവ് ക്രോസ്ഡ് ലൈക്ക് 9 years ഓഫ് മാരേജ്. ഇറ്റ്സ് നൈസ് നോ. അടുത്ത വർഷം 10 വർഷമാവും. എന്ത് രസമായിരിക്കും അല്ലേ? എന്ത് രസമല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് രസമൊന്നുമില്ല. ഇതുപോലെയൊക്കെ തന്നെ നമ്മൾ വല്ല ഡിന്നർ കഴിക്കാനൊക്കെ പോകും, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിരണിനെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതുവരെ എനിക്കൊന്നും വന്നിട്ടില്ല ഇതുവരേക്കും. ഓക്കെ, എനിക്കൊരു ബൊക്കെ പിന്നെ എനിക്കൊരു കേക്ക് എന്തോ വന്നിട്ടുണ്ടെന്ന് തോന്നണം. ഒരു ഹാൻഡ് റിട്ടൺ നോട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ലാണ്ട് എനിക്കൊന്നും ഗിഫ്റ്റ് വന്നിട്ടില്ല. സോ ഐ എം വെയിറ്റിംഗ്. സോ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് നിങ്ങളെയും കൂടി കൊണ്ടുപോകാൻ പോകാം നമ്മളുടെ ഡിന്നറിന്. എന്തെങ്കിലും എനിക്ക് തടയുമോ എന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഐ ലവ് ഫ്ലവേഴ്സ്. എനിക്ക് ഫ്ലവേഴ്സ് ഗിഫ്റ്റ് കിട്ടണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് ഒരിക്കലും ചെയ്യില്ല കേട്ടോ. കിരണിൻ്റെ അടുത്ത് പറഞ്ഞതിന് തോറ്റ കാര്യമാണ്. എൻ്റെ അവസാനം ഞാൻ കിരണിൻ്റെ അടുത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആ മനുഷ്യനെ അറിഞ്ഞൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ പറഞ്ഞാൽ ഭയങ്കര വൃത്തിക്ക് ചെയ്യും. മനസ്സിലായി? അങ്ങനെ മനസ്സിലാക്കി അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവ് അതിന് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ദൈവം. അപ്പം അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ചെയ്യും. അപ്പം ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്കാന്ന് തോന്നുന്നു. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഫ്ലവേഴ്സ് ഗിഫ്റ്റ് വേണം. ഞാൻ എത്ര പ്രാവശ്യം ഞാൻ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി പറയുകയാണോ ഫ്ലവേഴ്സ് വേണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവേഴ്സ് വാങ്ങിച്ചു തന്നു. ഈ പ്രാവശ്യം ഇപ്പോൾ അവിടെ ഒരു ഫ്ലവർ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സിൻ്റെ ബൊക്കെ കാണിച്ചു തരാം. ബിക്കോസ് എനിക്ക് പെട്ടെന്ന് ഞാൻ ഹാപ്പി ആവും. എൻ്റെ മൂഡ് ലിഫ്റ്റ് ആവുന്ന സാധനമാണ് ഫ്ലവേഴ്സ്. അപ്പോൾ എനിക്ക് ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഫ്ലവറും ഒരു ഹാൻഡ് റിട്ടൺ നോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർക്കും, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും പറയും, ഓ നിങ്ങൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടോ? എനിക്കുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എനിക്കൊരു ഗിഫ്റ്റ് വേണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. ഗിഫ്റ്റ് വേണം എനിക്കെന്തോ സന്തോഷമാണത്. അതുകൊണ്ട് ഞാനത് ആദ്യമേ തന്നെ കിരണിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഗിഫ്റ്റ്സ് വേണം. ഐ വോണ്ട് ഗിഫ്റ്റ്സ് ഡ്യൂറിങ് ലൈക്ക് വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേസ്, ആനിവേഴ്സറീസ്, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓൾറെഡി ഞാൻ കല്യാണത്തിനൊക്കെ മുന്നേ ഇതൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് ആ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് തരുമായിരിക്കും എന്ന് തോന്നണം. ഞാൻ എന്താ കൊടുത്തതെന്ന് അറിയാമോ? ഞാൻ ഷർട്ടും ഒരു സൺഗ്ലാസസുമാണ് കൊടുത്തത്. ആ ഷർട്ട് അവിടെ തേച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പം മിക്കവാറും അത് തന്നെ എനിക്ക് കിട്ടണത്. സൺഗ്ലാസസ് ഇനിയിപ്പോൾ ഈ വൈകുന്നേരം ആയതുകൊണ്ട്
ഫിറ്റ് ചെയ്യുമെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ഷർട്ട് കാണിച്ചില്ല. അത് മിനിഞ്ഞാന്ന് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എടുത്തതാണ് ഷർട്ടും ഒരു സൺഗ്ലാസസും. ഐ തിങ്ക് ദാറ്റ്സ് ഗുഡ്. എൻ്റെ അടുത്ത് എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ. ഐ എം ലൈക്ക് വെരി മച്ച് കൺഫ്യൂസ്ഡ് ഇപ്പോൾ. ബിക്കോസ് നമ്മൾ ദൈവം സഹിച്ച് ഇടയ്ക്ക് ഡ്രസ്സ് വാങ്ങിക്കുന്നുണ്ട്, മേക്കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഇനിയിപ്പോൾ എന്താ പറയണ്ടേന്നുള്ള കൺഫ്യൂഷനാണ് എനിക്ക്. സോ അറിയില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. എനിക്ക് അറിയാൻ പാടില്ല. ബിക്കോസ് അപ്പം അമ്മയും ചോദിച്ചു നിങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് എന്ത് വേണം. ഞാൻ ഇവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ എന്താ വാങ്ങിച്ചു കൊടുക്കാൻ അറിയാൻ പാടില്ലാണ്ടിരിക്കുന്ന സിറ്റുവേഷൻ. ഇനി അമ്മ എന്ത് വാങ്ങിച്ചിട്ട് അമ്മ ഒന്ന് വാങ്ങിച്ചു തരണ്ട, അമ്മ പ്രാർത്ഥിച്ചാൽ മതി എന്നിങ്ങനെ പറയായിരുന്നു. ലിപ് ലൈനർ ഇടട്ടെ ഒരു മിനിറ്റ്. ഈ ലിപ് ലൈനർ വർക്ക് ചെയ്യുന്നില്ലല്ലോ. വേറെ സ്മേദർ വൺ. യാ, എല്ലാ പ്രൊഡക്ട്സും ഇവിടെ ഇരുന്ന സാധനങ്ങളാണ് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ ദിവസം മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന സാധനങ്ങൾ തന്നെയാണ് എവ്രിതിങ്. ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രം വേറെ പോയി എടുത്തിട്ട് വരട്ടെ, ബിക്കോസ് ഇവിടെ എല്ലാം ബ്രൗൺ ആണ്. 1 സെക്കൻഡ്. യെസ്, ഞാൻ 2 ലിപ്സ്റ്റിക്കും കൂടി മിക്സ് ചെയ്താണ് ഇടുന്നത്. ഇത് ലവേഴ്ത്തിൻ്റെ ഐറിഷ് കോഫിയും പിന്നെ ഇത് മാക്കിൻ്റെ ബോഡേഷ്യസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ. ഞാൻ അത് റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ലെറ്റ് മീ പുട്ട് മൈ ലിപ്സ്റ്റിക് 1 സെക്കൻഡ്. യാ, അപ്പോൾ നമ്മുടെ ലിപ്പ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഫുള്ളൊന്ന് സെറ്റിംഗ് സ്പ്രെഡ് അടിക്കട്ടെ. യാ, നമ്മൾ മേക്കപ്പ് ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഹെയർ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഐ വിൽ ജസ്റ്റ് ഡു സം സ്ട്രൈറ്റനിങ് അല്ലെങ്കിൽ കേളിങ്. പെട്ടെന്ന് ചെയ്യണം, ഇനി സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. ആക്ച്വലി കുറേ സംസാരിക്കാനുണ്ട്. രസമാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോലെ. നല്ല അടിപൊളിയല്ലേ? അപ്പോൾ ഇപ്പോഴത്തേക്ക് നമുക്ക് ഇതൊരു ഫുൾ ചിറ്റ് വീഡിയോ അല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ മുടി ഒന്ന് വേഗം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണം. മിക്കവാറും ഇതിനെ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ. നമ്മളുടെ ഇവിടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി. ആനിവേഴ്സറി സ്പെഷ്യൽ ഫ്ലവേഴ്സ്. നോട്ട് എക്സൈറ്റഡ് ആണോ ഉണ്ണിക്കുട്ടി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് വരാൻ? അല്ലേ? ഒന്ന് വിട്ടിരുന്നോട്ടാ. നീ എക്സൈറ്റഡ് ആണോ? അപ്പൊ നിന്നെ കൊണ്ടുപോവേ. എന്തേ അല്ല കട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇവിടെ കാണിച്ച് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി കേക്കാണ്. കേക്ക് വെഡിങ്ങിന് കൂടാത്തവരാരും കേക്ക് കഴിക്കരുത് കേട്ടാ. നീയൊക്കെ കല്യാണത്തിന് ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ അമ്മ? അല്ലേ അമ്മ? രണ്ടുപേർക്കും ഇല്ല. ഉണ്ട്. ഹാപ്പി ആനിവേഴ്സറി. എന്താണ് ആനിവേഴ്സറിയിൽ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? അല്ലേ അങ്ങോട്ട് ഞങ്ങള് രസിക്കണം ഒരു വർഷം. അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്യാം. അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനായിട്ട് കിട്ടാണ് ഇങ്ങോട്ട് വേടാ. ക്ഷണക്കത്ത് കിട്ടില്ലേ വരുള്ളൂ. അല്ല ഇവൻ്റെ അടുത്ത് വന്നിട്ട് കട്ട് ചെയ്യാം. അവിടെ നിന്ന് വെച്ചാൽ താങ്ക് യു. ഹലോ, നമ്മളിപ്പോ കട സീറ്റിലിരിക്കാതെ നോക്കിയ സാധനം ഒറ്റ ഓട്ടം ഓടിയതാണ്. സീറ്റിൽ പിടിച്ചിരുത്താൻ വേണ്ടി ഇരുത്തിയതും അവിടെ നിന്ന് ചാടി കളഞ്ഞതേ, പിന്നെ പിടിച്ചിട്ട് കിട്ടണില്ല. അവൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത പരിപാടിയാണ് ഈ സീറ്റിൽ ഇരിക്കാത്തത്. അങ്ങനെ ഇരിക്കാറില്ല. ഇതിപ്പോ ഒറ്റ ചാട്ടം ചാടിയതാണ് അവിടെ നിന്ന്. അപ്പൊ എന്തായാലും നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മളിപ്പോ 5:45 നമുക്ക് ഇന്ദിരാനഗറിലാണ് എഡൻ ഡിന്നറിന് കൊണ്ടുപോകുന്നത്. എവിടെയെന്നൊന്നും അറിയാൻ പാടില്ല. സർപ്രൈസ് ആണ് കേട്ടോ. സർപ്രൈസ് ആണ് കേട്ടോ. ഡിന്നറിന് കൊണ്ടുപോകുന്ന സ്ഥലം 2 സ്ഥലത്താ. എന്തൊക്കെയത്? എന്റെ ദൈവം എന്തൊക്കെയാണോ എനിക്ക് പേടിയാവണ്. അതെ
അമ്മ വന്നില്ല കേട്ടോ. അമ്മ ഞാൻ അമ്മ ഇങ്ങനെ വരും, പക്ഷെ എന്നാ അമ്മക്ക് ഞാൻ ചെറിയ പറയണില്ല. പിന്നെ അമ്മയ്ക്ക് ശ്വാസം മുട്ടലുണ്ട് 2 ദിവസം. അപ്പൊ ഭയങ്കര തണുപ്പാണ്. അപ്പൊ അതുകൊണ്ട് അമ്മ ഒട്ടും വരുന്നില്ല. ഞങ്ങള് 4 പേരും സത്യം. അമ്മിമി ഇന്റർനാഷണൽ ട്രിപ്പിൽ മാത്രമേ വരുള്ളൂ. അമ്മിമി നമ്മുടെ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ലോക്കൽ റോമിംഗൊന്നും വരത്തില്ല. അപ്പൊ അമ്മ വന്നില്ല. ഞങ്ങള് 4 പേരും ഇറങ്ങിയേ ഇവിടെ ഇരിപ്പുണ്ട്. സർപ്രൈസ്ഡ് ആവാൻ വേണ്ടി ഞാൻ എക്സൈറ്റഡ് ആണ് കേട്ടോ. കേട്ടോ ശരിക്കും ഞെട്ടുവോ? ശരിക്കും ഞെട്ടുവോ? അപ്പൊ നമുക്ക് പോകാം. നമ്മള് ബ്ലൂ സ്റ്റോണിലാണ് വന്നേക്കുന്നത്. എന്താണ് ഇവിടെ പരിപാടി? എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ദാറ്റ് വാസ് റിയലി സർപ്രൈസിങ് ഫോർ മീ. ഐ നെവർ എക്സ്പെക്ടഡ്. നമ്മള് ഇവിടുന്ന് എന്ത് വാങ്ങിയോണ്ട് കുട്ടി? പെൻഡന്റ് വാങ്ങി. കണ്ണപ്പൻ്റെ വക വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാണിച്ചു തരാവേ. അവിടെ ഞങ്ങൾ ഇരിക്കുകയാണ് എല്ലാവരും കൂടി. വെഡിങ് ആനിവേഴ്സറി കാണിച്ചു തരാം. പെൻഡന്റ് ആണ്, ഡയമണ്ടിന്റെ പെൻഡന്റ്. എനിക്ക് ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിട്ടോ, സത്യം പറഞ്ഞത്. എനിക്ക് ഒരു ഈവിളൈൻ്റെ പെൻഡന്റ് വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ മനസ്സിനെ പിടിച്ച ഈവിള ഇവിടെ ഇല്ല. സോ ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓമിന് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പക്ഷെ ഞാൻ മാനിട്ട് വന്നില്ല കേട്ടോ. കഷ്ടമായി പോയി. എനിക്ക് ഇടാൻ തോന്നുന്നു. സോ പ്രിട്ടി. ഇങ്ങനെ അടുത്ത് കാണിക്കുന്നു. കണ്ടോ, നല്ല രസമില്ലേ കാണാന്. ഇത് ഓം ഡയമണ്ട് പെൻഡൻ്റാണ്. ഓ മൈ ഗോഡ്, ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിട്ടോ. ഇങ്ങനെയല്ല, ഇതിനേക്കാളും ഭംഗിയാണ് കാണാൻ വേണ്ടിട്ട്. ഓ മൈ ഗോഡ്, താങ്ക് യു. താങ്ക് യു. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടപ്പോ താങ്ക് യുടാ. ഞാനിത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. എനിക്കിത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. താങ്ക് യു. ഞാൻ പറഞ്ഞത് പെൻഡന്റ് ആയിരുന്നെങ്കിൽ ഞാൻ മാലിട്ടിട്ട് വന്നത്. എനിക്കാണെങ്കിൽ അത് ഇടാൻ കണ്ടിട്ട് എനിക്ക് ഇടാൻ കൊതിയായിട്ട് വയ്യ കേട്ടോ. ഞാൻ കുറെ നാളായിട്ട് പറയണതാണ് ഇത് ഈവിളൈ. പക്ഷെ ഈവിളൈ കുറെ നോക്കിയല്ലോ കേട്ടോ. ഏട്ടന് നോക്കി ഞാനും തപ്പി, നമുക്ക് കിട്ടിയില്ല. ഈവിളൈ ഒരു രക്ഷയില്ല. ഇവിടെ വന്നപ്പോഴും ഈവിളൈ ഉണ്ട്, പക്ഷെ എനിക്ക് ബ്ലൂ സ്റ്റോൺ വേണം അതിന്റെ നടുക്ക്. അപ്പോഴാണല്ലോ ചിക്കൻ ഈവിളൈ ആവണത്. അപ്പൊ ബ്ലൂ സ്റ്റോൺ കിട്ടാത്തത് കൊണ്ടാണ് ഞാനത് പ്രിഫർ ചെയ്യാത്തത്. എനിക്ക് ഈവിളൈന്റെ കുറെ നാളത്തെ ആഗ്രഹമാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഓമിന്റെ മൺ. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ സത്യം പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയിട്ട് മാലെടുത്തിട്ട് വന്നാലും. ഹലോ, നമ്മളിപ്പോ ഇത് നമ്മൾ ബ്ലൂ സ്റ്റോണിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഉള്ള ഒരു ഇതിവിടെയാണ് വന്നേക്കുന്നത്. ബാർ ആൻഡ് കിച്ചൺ സീക്രട്ട് സ്റ്റോറി കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് അവിടെ വരുന്നത് അല്ലേ കേട്ടാ? നമ്മൾ വന്നിട്ടില്ല ഇവിടെ. അതാണ് ഇന്ദിരാനഗറിൽ നമ്മൾ അങ്ങനെ അധികം വരാറില്ല. ബിക്കോസ് ഇവിടെ എന്താ നമുക്ക് ദൂരമില്ല, ട്രാഫിക്കാണുള്ളത്. ഞാൻ ആക്ച്വലി നമ്മൾ മറ്റേ മേക്കപ്പ് കോഴ്സ് പഠിക്കാൻ പറ്റുന്നത് ഇന്ദിരാനഗറിലാണ്. അപ്പോൾ തന്നെ 3/4 മണിക്കൂർ ഈസിലി എടുക്കുമായിരുന്നു. അപ്പോൾ വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കുറേ ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആ ഏരിയയിൽ തന്നെ നമ്മൾ പോവാറുള്ളൂ, അല്ലാണ്ട് നമ്മൾ പോവാറില്ല. അപ്പോൾ ഇവിടെ നോക്കാം. ഹായ് ചേട്ടനെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടിരിക്കണം അല്ലേ ചേട്ടാ? ഏട്ടന് ഗിഫ്റ്റ് തന്ന ഷർട്ടാണ് കേട്ടോ ഏട്ടന് ഇട്ടേക്കണം അല്ലേ ഏട്ടാ? നൈസ് അല്ലേ? ഞങ്ങളിവിടെ സീക്രട്ട് സ്റ്റോറീസിൽ എത്തിയേട്ടാ. അയ്യോ എടുക്കലുണ്ട് പൊന്നെ, ഗ്ലാസ് പൊട്ടിപ്പോ. ഇവിടെ ഫ്രൈഡേ നൈറ്റ് ആണ്, പക്ഷെ അങ്ങനെ അധികം വലിയ തിരക്കൊന്നുമില്ല. നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ അടിപൊളിയാണെന്ന് തോന്നുന്നു. ഇവരുടെ ഇന്റീരിയേഴ്സ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടാണ്. കാണിച്ചു തരാവേ. സോ ഗുഡ്. മൊത്തത്തിൽ നല്ല രസമുള്ളൊരു ഇൻറ്റീരിയർ ആയിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇറങ്ങി കുറച്ച് ഗ്രീനറിയും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ഒക്കെ ഒരു ഓഫീസ് പാർട്ടി നടക്കണുണ്ട്, അതിൻ്റെ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു 2-3 ഫ്ലോർ ആയിട്ടാണ് കേട്ടോ ഇവരുടെ സംഭവം. ഇവിടെ എന്തോ ഓഫീസിൻ്റെ ഗെറ്റ് ടുഗദർ എന്തോണ്ടെന്നാണ്. ഇവിടെ നമുക്ക് ഫുഡ് മെനു തന്നിട്ടുണ്ട്. ഫുഡ് മെനു വന്നതിന് ശേഷം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇരുന്നതിൻ്റെ ഇടയിലൊന്ന് വാഷ്റൂമിൽ പോയി. വായിൽ വയ്ക്കല്ലേ.
പിന്നെ നമ്മൾ ഫുഡും ഡ്രിങ്ക്സും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡ്രിങ്ക് വന്നിട്ട് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് ലൈക്ക് ടു ഗുഡ്. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ടേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് അതാണെന്ന് വെച്ചാൽ നോൺ വെജ് പ്ലാറ്ററാണ്. ഒന്നെങ്കിൽ സീ ഫുഡ് പ്ലാറ്റർ അല്ലെങ്കിൽ എല്ലാ നോൺ വെജും കൂടിയുള്ള പ്ലാറ്റർ. അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പോൾ നമ്മൾ അത് കഴിച്ചു നോക്കി. സ്മോക്ഡ് ചിക്കനും പിന്നെ അങ്ങനത്തെ കെബാബ്സും അങ്ങനെ പിന്നെ ഫിഷും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്ലാറ്ററായിരുന്നു. നല്ല പ്ലാറ്ററായിരുന്നു കേട്ടോ. നല്ല യമ്മി ഓൾവേസ് എനിക്കിഷ്ടമാണ് ഗ്രീൻ ചട്നിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ണിക്കുട്ടിക്ക് വേണമെന്നുണ്ട് വാങ്ങിയതാണ് ലസാനിയ പക്ഷേ കൂടുതൽ ഫില്ലിംഗ് ആയിപ്പോയി. എനിക്കൊന്ന് ആ ഒരു ഓപ്ഷൻ്റെ കൂടെ ലസാനിയ അത്ര സിങ്ക് ആയില്ലെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞങ്ങളുടെ ഭയങ്കര ഫേവറേറ്റ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡംപ്ലിങ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോമോസ് ഡംപ്ലിങ്സ് എന്തുവേണമെങ്കിൽ പറയാം. എനിക്ക് സൂഷി ഡംപ്ലിങ്സിൻ്റെയൊക്കെ ഞാൻ ഭയങ്കര ഫാനാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് പണ്ട് കാലം മുതലല്ല, കഴിഞ്ഞ കൊല്ലം മുതൽ ഞാൻ കുത്തിയിരുന്ന് പഠിച്ചിട്ട് ഞാൻ വശത്താക്കിയൊരു കഴിവാണ് ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കണത്. എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രമേ ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കാൻ അറിയുള്ളൂ, വേറെ ആരും കഴിക്കില്ല. ഞാൻ നൂഡിൽസ് കഴിക്കും, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കട്ടോ. ഐ എം വെരി കംഫർട്ടബിൾ. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളങ്ങനെ എന്താ പറയുക, ഞാൻ വീട്ടിലൊക്കെ സ്ഥിരം കഴിക്കുന്നു. അപ്പോൾ വീട്ടിലിങ്ങനെ ഇപ്പോൾ സ്ഥിരം കഴിക്കാത്തതുകൊണ്ട് നൂഡിൽസൊക്കെ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. ബട്ട് സ്റ്റിൽ നമ്മൾ 2 ദിവസം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഈസിലി ചെയ്യാൻ വേണ്ടി. ഇവിടെ കിരണ ഉണ്ണിക്കുട്ടിയും തലകുത്തി മറിഞ്ഞ് പഠിച്ചിട്ട് പോലും അവർക്ക് പറ്റാത്തതാണ് ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കൽ. പക്ഷേ ഞാൻ അതിൻ്റെ അത് പ്രോ ആണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ കുറച്ച് മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചുമ്മാ വെറുതെ ഡാൻസൊക്കെ കളിച്ച് സന്തോഷിച്ചിങ്ങോട്ട് പോകുന്നു. ഡാൻസ് ഒന്നും കളിക്കാൻ വേണ്ടി അങ്ങനെ ഭയങ്കര ഡാൻസ് ഫ്ലോറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ 4 പേരും തന്നെ അല്ലേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഡാൻസ് കളിക്കാനുള്ള മൂഡ് വരുള്ളൂ. പ്രത്യേകിച്ച് അനുവൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ അതോടെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡിന്നർ കഴിഞ്ഞു. ലെറ്റ്സ് ഗോ ഹോം. ഹലോ, ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ട് ഈ പെങ്കൊച്ച് ഒരു സാധനം കഴിച്ചിട്ടുമില്ല, അതിനാണ് കിടന്ന കരച്ചിലുമാണ് അല്ലേ? കേട്ടാ കണ്ണീര് ഒഴുക്കിക്കൊണ്ട് പറയണ സത്യം. ഞങ്ങൾ നേരത്തെ വന്നതല്ലേ, 7 o'clock കഴിഞ്ഞപ്പോൾ എത്തിയത്. അപ്പോൾ നമ്മൾ 7:30 8:30 8:45 കണ്ടാ. 8:45 ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടാ. ഇനി വീട്ടിലേക്ക് പോവാണ്. നോക്കി കണ്ടാ, വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് കരയാ. ഒന്നും കഴിച്ചിട്ടില്ല കാന്തായി അല്ലേ? അതെ, യെസ്. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഭയങ്കര ട്രാഫിക്കായിരുന്നു. അല്ലെങ്കിലേ ഇന്ദ്രനഗറിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വൈറ്റ് ഫീൽഡ് ഏരിയയിലേക്ക് വരുന്നത് തന്നെ ഭയങ്കര ട്രാഫിക്കാണ്. പിന്നെ ഞങ്ങൾക്ക് വണ്ടി ഓടിക്കേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടി എൻജോയ് ചെയ്തു. പക്ഷേ കിരൺ പാവം കഷ്ടപ്പെട്ട് അവിടെ ബോറടിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് എനിക്ക് മാലയിൽ പെൻഡന്റ് ഇടാൻ വേണ്ടി ഇങ്ങനെ ഓവർ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ മാല സ്റ്റുഡിയോയിലായിപ്പോൾ. ഞാൻ അവിടെ എന്തൊക്കെയോ മാലകൾ മാറ്റിയിടാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. ഞാൻ വന്ന് അങ്ങനെ തന്നെ ഞാൻ രണ്ടും കൂടി ഓടി സ്റ്റുഡിയോ പോയിട്ട് മാല എടുത്തിട്ട് വന്നു. ഈ മാലയിൽ ഓൾറെഡി ഒരു 3 പെൻഡന്റുകൾ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് പെൻഡന്റ് ഇടുന്നത്. ഒന്ന്, ഈ മാല എപ്പോഴും ചോദിക്കാറുണ്ട് അതിൻ്റെ അടുത്ത്, ലൈക്ക് ഇത് എന്ത് മാലയാണ് ഇത്? പെൻഡന്റ് ഇതിന്റെ ഒറിജിനൽ പെൻഡന്റ് ആണ്. ഇതേ കണ്ട, ഇതിന്റെ ഒറിജിനൽ ഇത് ഡയമണ്ട് പെൻഡന്റ് ആണ്. ഇതിന്റെ കൂടെ വാങ്ങിച്ച മാലയാണ് കേട്ടോ ഇത് ഡെയിലി വെയർ. കുറെ നാളെ വാങ്ങിച്ചിട്ട് മേ ബി ഒരു 3-4 കൊല്ലെങ്കിലും ഉണ്ടാവുമായിരിക്കും. താലിടാൻ വേണ്ടി വാങ്ങിയതാ. അതിന്റെ കൂടെ എനിക്ക് വാങ്ങിയതാണ് ഇങ്ങനത്തെ ഒരു ബോൾ പെൻഡന്റ്. പിന്നെ ഇതൊക്കെ അമ്മ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നവരത്നത്തിന്റെ പെൻഡന്റ്. ഇത് നമ്മൾ റീസെന്റ് വാങ്ങിച്ചതാണ്, 6 months ബാക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ മാല കൊള്ളാം. ഈ മാലയ്ക്ക് പെൻഡന്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. താലി വളരെ കുറച്ചേ ഞാൻ ഇട്ടുള്ളൂ. സോ ഐ എം വെരി മച്ച് എക്സൈറ്റഡ് ഈ സാധനം ഇതിനകത്ത് ഇടാൻ വേണ്ടി. ഞങ്ങൾ അങ്ങനെ തന്നെ വന്നിട്ട് ഓടിപ്പോയതാണ് കേട്ടോ സ്റ്റുഡിയോ ഒന്ന് മാല എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ പെൻഡന്റുകളൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ എൻ്റെ പുതിയ പെൻഡന്റ് ഇതിലിട്ടിട്ട് എക്സൈറ്റഡ്. എന്ത് ഭംഗി നോക്കിയാണോ ആ തിന്മാലല്ലേ എന്റെ സ്ഥിരം ചെയ്യുന്നേ. ഓ മൈ ഗോഷ്. എട്ടാ വാടാ ഇട്ടാ വാ. ഓ അതിന്റെ അപ്പുറം. ഓക്കെ. ഓ മൈ ഗോഡ്, എക്സൈറ്റഡ്. ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല രസമുണ്ട് കാണാന്. ഓ നോക്കടാ, നല്ല ഭംഗിയുണ്ട് കാണാനെ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല ഉണ്ടല്ലേ മാ? ഭയങ്കര ഭംഗിയുണ്ട് കാണാനേ. നല്ല രസമുണ്ട് കേട്ടോ. ഗോൾഡൻ ഡയമണ്ട് ഓം ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഹലോ മമ്മി ഈസ് പുട്ടിങ് പ്രസാദം ഓൺ ഡയമണ്ട് പെൻഡന്റ്. നമുക്ക് കൊള്ളാം മമ്മ?
സൂപ്പർ പ്രാവശ്യം പറഞ്ഞ നല്ല ഭംഗിയുണ്ടല്ലേ? ഓ ജസ്റ്റ് ലവ് ഇറ്റ്. ഭയങ്കര ഡെലിക്കേറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓമാണ്. നല്ല രസമുണ്ട് കാണാൻ. ജസ്റ്റ് ലവ് ഇറ്റ്. Oh, just love it. Let's go and show Kannappan and get his reaction. Kannu, നോക്കടി. നോക്ക് കൊള്ളാമോ? കൊള്ളാമോ? അടിപൊളിയല്ലേ? ഇട്ട് കണ്ടേട്ടോ നിനക്ക് വന്നിട്ട്. എന്താ എനിക്ക് വന്നിട്ട് ഇട്ട് തരാത്തത്? എന്താ നീ ഇട്ട് തരാത്ത എനിക്ക്? ആ ആണ്. കൊള്ളാല്ലേ? താങ്ക് യു. ജസ്റ്റ് ലവ് ഇറ്റ്. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആർക്കോ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതല്ല ലൈക്ക് ഓം മാലയല്ല, ഇതുപോലെ തന്നെ ഉണ്ടല്ലോ കേട്ടാ ഓമിന്റെ റിങ്. പോയിന്റ് ഫിംഗറിൽ ഒരു വലിയ ഓം, ഒരു ക്രിയേറ്ററിനാണ് ഞാൻ പണ്ട് കണ്ടത്. എന്നിട്ട് ഞാൻ അതൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ട് ഏറ്റവും ശരിയായില്ലായിരുന്നത്. ഭയങ്കര തല്ലിപ്പുള്ളിയായിരുന്നത്. എനിക്ക് റിട്ടേൺ ഇട്ടു. എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷെ നല്ല രസമുണ്ടല്ലേ? വെരി പ്രെറ്റി. പിന്നെ എന്റെ കഴുത്തിൽ ഇട്ടിട്ട് ഒന്നും കൂടി കൊള്ളാല്ലേ? അല്ലേ? അല്ലേട്ടോ കുശുമൻ സാധനമേ. അപ്പൊ അങ്ങനത്തെ കണ്ട നല്ല. ഓ മൈ ഗോഡ്, ഐ ജസ്റ്റ് ലവ് ഇറ്റ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? എനിക്ക് നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുന്ന ലൈക്ക് കുറെ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എന്റെ ടേസ്റ്റുകൾ ഭയങ്കര ചേഞ്ച് ആയി എന്നുള്ളത്. ഞാൻ അല്ലേ അമ്മ, പണ്ട് ഞാൻ കംപ്ലീറ്റ്ലി ജങ്ക് ജ്വല്ലറി, സിൽവർ ജ്വല്ലറി, വലിയ കമ്മല്, വലിയ മാല, നിറച്ച് വള, അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ഞാൻ. പക്ഷെ പ്രായം മാറുന്തോറും ഐ ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. പ്രത്യേകിച്ച് എൻ്റെ ഇങ്ങനത്തെ പ്രിഫറൻസസിലൊക്കെ എനിക്കിപ്പം ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വളരെ ഇൻട്രിക്കേറ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആണ് കഴുത്തില്. ആൻഡ് കമ്മലാണെങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് പേൾസും ഗോൾഡ് ടോണും അല്ലെങ്കിൽ സിമ്പിൾ ഹൂക്സ് ഒക്കെയാണ് ഹൂപ്സ് ആണ് എൻ്റെ പ്രിഫറൻസ്. സോ എന്നെ ആദ്യം മുതലേ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ആ ഒരു ഷിഫ്റ്റ് മനസ്സിലാവും. സോ ഭയങ്കര ഭംഗിയിലാണ്, ഭയങ്കര ഇഷ്ടപ്പെടും. ജസ്റ്റ് ലവ് ഇറ്റ്. I'm so happy. My mind is full. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ആനിവേഴ്സറി ഡിന്നറിന് പോയപ്പോൾ ഞാൻ തീരുമാനിച്ചത് ഈ ജന്തുക്കളെ കൊണ്ടൊന്ന് പോകില്ല ഈ പീക്രികളൊക്കെ. എന്താ കരച്ചിലും ബഹളം എന്ന് അറിയാം. അവിടെ ചെന്നിട്ട് രണ്ടും കൂടി ഭയങ്കര അടിയാണ്. അടീന്റെ കൂടെ ഒന്നും കഴിക്കില്ല. പിന്നെ വിശന്ന സമയമാകുമ്പോഴത്തേക്കും കരച്ചിലും ബഹളമൊക്കെയാണ്. അപ്പൊ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇനി മേലെ വന്നു പോരുന്നെന്ന് പറഞ്ഞേക്കാണ്. പ്രത്യേകിച്ച് അവനെ കൊണ്ടുപോയാലും ഈ ചെറുതിനെ കൊണ്ടുപോകണ്ടെന്നാണ് തീരുമാനിച്ചത്. കുഞ്ഞു ഒട്ടും അവൾക്ക് ഒന്നാമതേ അവിടെ നിന്ന് ഇഷ്ടമാവണില്ല ഇരുന്നിട്ട്. പിന്നെ അവൾക്ക് ഫുഡൊന്നും വേണ്ട. അങ്ങനെ മൊത്തം കച്ചറാണ്ട് ഇനി അവനെ കൊണ്ടുപോയാലും ഇതിനെ കൊണ്ടുപോകില്ല എന്തൊക്കെയാണെങ്കിലും. അങ്ങനത്തെ സിറ്റുവേഷൻ ആണ്. പിന്നെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് എന്തൊക്കെയാണെങ്കിലും. ഞങ്ങൾ ആക്ച്വലി ആനിവേഴ്സറി ഡിന്നറിന് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടപ്പോഴത്തേക്കും പിള്ളേരെ രണ്ടുപേരും കൊണ്ടുപോകണമെന്നാണ് തീരുമാനിച്ചത്. പക്ഷെ അമ്മയ്ക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ട്. അമ്മ പിന്നെ കുറച്ച് നോട്ടെ നീ ഇഷ്ടമാണ് കൊണ്ടുപോയത്. നിന്നെ മാത്രം കൊണ്ടുപോവാം, എന്നെ മാത്രം കൊണ്ടുപോയാൽ മതിയെന്ന്. അവനെ കൊണ്ടുപോയാൽ പിന്നെയും കുഴപ്പമില്ല. ഇവളെ കൊണ്ടുപോയാലാണ് നമുക്ക് ഇരട്ടിപ്പണിയാവണത്. ഓക്കെ, എടുക്കണം, കൊണ്ടു നടക്കണം, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ആനിവേഴ്സറി ഡിന്നറും കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ ഡ്രസ്സ് വന്നിട്ട് നമ്മളെ മിന്ത്രയിൽ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ലോങ് ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ഒരു ജൂണിൽ വാങ്ങിയതാണ്. ജൂണിൽ വാങ്ങിയ ഡ്രസ്സാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡ്രസ്സ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. പക്ഷെ എനിക്കിപ്പോൾ ഭയങ്കര ലൂസാണ്. ബിക്കോസ് ഞാനിപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് എൻ്റെ വെയിറ്റ് അല്ല റെഡ്യൂസ് ചെയ്തത്. ഐ മീൻ ഞാൻ ടോൺ ഡൗൺ ആയതുകൊണ്ട് എനിക്ക് ഇത് ഭയങ്കര ലൂസാണ്. ഭയങ്കര ലൂസല്ല, നല്ല ലൂസാണ് എനിക്കിത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഈവനിങ് ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടാൻ വളരെ ഡ്രസ്സസ് ഭയങ്കര കുറവാണ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എൻ്റെ ഡ്രസ്സ് സ്റ്റൈൽ എങ്ങനത്തെ ടൈപ്പാണെന്നുള്ളത്. അപ്പൊ ഐ തിങ്ക് ഐ നീഡ് ടു ഗെറ്റ് മോർ ഡ്രസ്സസ്. അത് തന്നെ. അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ അല്ല ഏട്ടാ ഇന്ന് വരുവോ ഒരു മിനിറ്റത്തേക്ക് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാന്? യെസ് കണ്ണു അവിടെ കുനിയോ? നമ്മളുടെ ആനിവേഴ്സറി ഡിന്നർ എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ? ആനുവൽ ഡേ നമ്മുടെ വെഡിങ് ആനുവൽ ഡേ നന്നായിരുന്നല്ലേ? എനിക്ക് പ്രത്യേകിച്ച് അധികം സൂപ്പർ ആയിരുന്നു അല്ലേ ഏട്ടാ? എനിക്കാണ് കോൾ അടിച്ചേക്കണോണ്ട് എനിക്ക് ഭയങ്കര കുറച്ചധികം സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഉറക്കം പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ 10 മണി കഴിഞ്ഞ് എനിക്ക് ഉറക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ആനുവൽ ഡേ എന്ന് പറയുന്നത് വീണ്ടും ആനിവേഴ്സറി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അത്രേ ഉള്ളൂ. പിന്നെ വ്ളോഗ് മസ് എൻജോയ് ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ എനിക്ക് ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം, ബ്രഷ് ചെയ്യണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, സ്റ്റോറി ഇടണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.